ആദർശ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു സിനിമയുടെ ടീസർ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ മുമ്പത്തെ പരിപാടി ആയിരുന്നതൊക്കെ, പക്ഷെ അത് ഇല്ലാണ്ടായിട്ട് 2.5 വർഷമായി എന്ന് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ 2.5 വർഷത്തോളമായി ഞാനൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു ടീസറോ ട്രെയിലറോ റിയാക്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മുടെ നമ്മളെപ്പോഴും എവർ ഫേവറേറ്റ് നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് സത്യൻ അന്തിക്കാട് ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പുതിയ പടം വരുന്നുണ്ട്, ഹൃദയപൂർവ്വം. ആ പടത്തിൻ്റെ ടീസർ ജസ്റ്റ് കുറച്ച് മുന്നേ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഇന്നലെ നമ്മുടെ പ്രകാശ് വർമ്മ, നമ്മുടെ ജോർജ് സാറ്, ആളുടെ ഒരു ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ്. ഞാൻ ചില കമൻസ് ഞാൻ അതിൽ വായിച്ചു. എന്താണ് ഇപ്പോൾ അതിലിത്ര വൃത്തികേട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസ് ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആണ്. ഇതൊക്കെ തിരിച്ചറിയാൻ ആർക്കെങ്കിലും പറ്റണ്ടേ? അത് പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഹൃദയപൂർവ്വം നമ്മുടെ സത്യൻ അന്തിക്കാട് ലാലേട്ടൻ്റെ കോംബോ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ലാസ്റ്റ് സിനിമ വരെ എനിക്ക് പൊതുവെ അവരുടെ നല്ല കോംബോ, നല്ല ഫീൽ ഗുഡ് സിനിമാസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് പണ്ട് തൊട്ട് ലാസ്റ്റ് വരെ. എനിക്കിഷ്ടമുള്ള മൂവിയാണ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ടീസർ കണ്ടിട്ട് തിരിച്ചു വരാം. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff I'm doing just for her. But I love Fafa, man. Fafa? Fahad Fasil. Oh. Avesham, Kungalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. അത് പൊളിച്ച് ടീസർ കണ്ടപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കാണാനുള്ള ത്വര കൂടി എന്ന് വേണം പറയാൻ. ത്വര എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ ഇൻട്രസ്റ്റ് കൂടി പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ നമ്മൾ ടീസറും ട്രെയിലറും കണ്ടിട്ടാണ് കൂടുതലും തിയേറ്ററിലേക്ക് പോകാൻ, ഫസ്റ്റ് ഡേ കാണണം അല്ലെങ്കിൽ അത് ഇറങ്ങി അപ്പോൾ തന്നെ കാണണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണത് ഈ പറയുന്ന ടീസറും ട്രെയിലറും കണ്ടാണ്. പക്ഷേ എനിക്കെന്തായാലും ഈ സംഭവം ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി ഇവരുടെ കോമ്പിനേഷൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം, അതായത് ഈ ഒരു ടീസർ വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്തിരി കൂടി ഒരു എക്സ്പെക്റ്റേഷൻ കൂടി. എന്തായാലും ഇത് നൈസ് സിനിമയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അതായത് സീനിയേഴ്സ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് പോണ ഒരു സീൻ ഉണ്ടല്ലോ, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ അല്ലെങ്കിൽ സൂപ്പർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ സ്റ്റോറി ബൈ അഖിൽ സത്യൻ, സ്റ്റോറി ബൈ. അപ്പോൾ അച്ഛനും മോനും കൂട്ടുകെട്ടിലാണ് സംഭവം ഇറങ്ങണല്ലേ. അത് എന്തായാലും നൈസായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. മൊത്തത്തിൽ ഇത് കാണാനുള്ള എന്താ പറയുക, 2015 ഇറങ്ങിയ എന്നും എപ്പോഴും എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. പക്ഷേ ബേസിക്കലി അല്ലെങ്കിൽ എനിക്ക് ആ പടം ഇഷ്ടമായി. എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നിയില്ല. ഒരു ഫീൽ ഗുഡ് മൂവി. എപ്പോഴും ലാലേട്ടൻ മുണ്ടും കുത്തി അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാമായിട്ട് വരില്ലല്ലോ, നോർമലായിട്ടുള്ളൊരു മനുഷ്യനെ കൊണ്ടുവരാമല്ലോ. എനിക്ക് എപ്പോഴും സത്യൻ അന്തിക്കാട് സിനിമകളിൽ നമുക്കത് കിട്ടാറുണ്ട്. ലാലേട്ടൻ എന്ന ഒരു എന്താ പറയുക, നോർമലൊരു കഥാപാത്രം, നോർമലായ ഒരു മനുഷ്യൻ ആളെടുത്ത് കാണിക്കാറുണ്ട്. ഇപ്രാവശ്യം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൃദയപൂർവ്വം ഈ ഓണം സീസൺ അടിക്കുമെന്ന് എനിക്ക് തോന്നണേ. അതിൻ്റെ കൂടെ വേറെ റിലീസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വരട്ടെ. എന്തായാലും ഇതിൻ്റെ ട്രെയിലറിനെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ, ട്രെയിലർ ഇറങ്ങിയാലേ നിങ്ങൾ തിയേറ്ററിൽ പോവുള്ളൂ, അങ്ങനെയാണെങ്കിൽ ട്രെയിലർ തരാത്ത സിനിമകളില്ലേ, ഹിറ്റായിട്ടില്ലേ? ശരി, പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ ട്രെയിലറും ഒന്നുമില്ലാണ്ട് പടം കത്തിക്കേറിയിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടം ഗംഭീരമായാൽ മതി. മലയാളം സിനിമ പൊളിച്ച് കയറട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു. അതിൽ ലാലേട്ടൻ തന്നെയാണ് മെയിനായിട്ടുള്ള എന്താ പറയുക, മുൻനിരയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും മൂപ്പര് തന്നെ എടുക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ പടങ്ങളും വരട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ടീസറോ ട്രെയിലറോ വരട്ടെ, അപ്പോൾ കാണാം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി. ഇനിയും കൂടെ സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ടിൽ ദെൻ ബൈ.